PR ഏജൻസിയാണ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് PR ഏജൻസി വോട്ടിംഗ് ആയി മാറുന്നത്? എങ്ങനെയാണ് വോട്ടിംഗ് ആയി മാറുന്നത്? എങ്ങനെയാണ് എന്താ വോട്ടിംഗ് അവർക്ക് ചെയ്തുകൂടെ? എങ്ങനെ PR-നോ? എങ്ങനെയാണ് വോട്ടിംഗ് ചെയ്യുന്നത്? എങ്ങനെയാണ് വോട്ട് ചെയ്യാൻ പറ്റുന്നത്? അതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. ഒരർത്ഥത്തിൽ നോക്കുവാണെങ്കിൽ PR ഏജൻസികളെ കൊണ്ട് പറ്റിക്കപ്പെടുന്നവർ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ശരിക്കും ജനങ്ങളെ കബളിപ്പിക്കുന്ന ഷോ തന്നെയാണ്. മത്സരാർത്ഥികൾക്ക് കഴിവുകെട്ടവരാണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഒരു കാര്യത്തെ കുറിച്ച് വാദിക്കണമെങ്കിൽ കൃത്യമായിട്ട് ആ സാധനം എന്താണെന്ന് അറിയണം. അല്ല എങ്കിൽ പറയൂ PR അത് പറയൂ. PR എന്താ? PR ഏജൻസി ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ളവരെല്ലാം കഴിവിട്ടവരാണോ? അവിടെ നിൽക്കുന്നവരൊക്കെ ഇത്രയും ദിവസം നല്ലതാണോ മോശമാണോ എന്നുള്ളത് ഓരോ കണ്ടസ്റ്റന്റിനും ആളുകൾ അത് കണ്ടു കഴിഞ്ഞിട്ട് പറയും. അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് പറയും. കൃത്യമായിട്ട് നല്ലത് പറഞ്ഞാലും PR കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലാതെ ചെയ്യാൻ പറ്റും. ആ PR ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ അക്കൗണ്ടിൽ കയറിയിട്ട് വോട്ട് ചെയ്യാന്നല്ല PR-ന്റെ അർത്ഥം ആണോ? അങ്ങനെയാണോ? അപ്പൊ ഇവർക്ക് എങ്ങനെ വോട്ടിംഗ് ആവണത്? PR ചെയ്തിട്ടാണ് കഴിയുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവർക്ക് ഇത് വോട്ടിംഗ് ആയിട്ട് മാറുന്നത്? ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം. നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ശനിദശയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ബിഗ് ബോസ് ചർച്ചാ വിഷയങ്ങളിൽ ഇപ്പോൾ പറയുന്നത് ഈ PR ഏജൻസി കൊണ്ടാണ് പലരും അതിനകത്ത് നിൽക്കുന്നേ എന്നുള്ളതാണ് അഭിപ്രായം. അതെ, ആണോ? PR ഏജൻസികൾ ആണോ എന്ന് ചോദിക്കുന്ന കാര്യമില്ല, നിസ്സംശയം വേണമെങ്കിൽ പറയാം. ഈ PR ഏജൻസികൾ കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇത് അതിൽ വന്ന എല്ലാ കണ്ടസ്റ്റൻസിനും ഇത് ഉപയോഗിച്ചൂടെ? അത് ഇപ്പൊ കഴിവ് എല്ലാവരും തന്നെ അത് ഉപയോഗിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ഉപയോഗിക്കാൻ അതിനുള്ളിലുള്ള ആളുകൾ പൈസ നിന്നുള്ളവരാണ് അല്ലെ? അപ്പൊ അത്തരത്തിലുണ്ടെങ്കിൽ ഇത് എല്ലാ കണ്ടസ്റ്റൻസിനും ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും. നല്ല ക്വാളിറ്റിയുള്ള എന്ത് അഥവാ ക്വാളിറ്റി ഇല്ലാത്ത ഏജൻസികളാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കണ്ടസ്റ്റൻസുണ്ട് അവരവരുടെ കഴിവുകൊണ്ട് കളിക്കുന്ന സമയത്ത് പറ്റും. എങ്ങനെയാണ് PR ഏജൻസിനെ ഈ കാണുന്ന പ്രേക്ഷകരനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുക? അവർ കാണുന്ന മത്സരാർത്ഥി എത്തരത്തിൽ കളിക്കുന്നു, എപ്രകാരം കളിക്കുന്നു, ഇതുകൂടെ അനുസരിച്ച് ആ മാനദണ്ഡത്തിൽ കൂടിയാണ് ഇതിന് ജനഹിത വോട്ടിംഗ് വരുന്നത് അല്ലെ? അതുണ്ടെങ്കിൽ മാത്രമാണ് ഇത്രയും ദിവസം ഷോയിലെ ആളുകൾ PR ഏജൻസിയാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വരുന്ന മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും അതേ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. അവരെന്തുകൊണ്ടാണ് PR നിൽക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അല്ലെ? അപ്പൊ എപ്പോഴും മത്സരാർത്ഥി ജനങ്ങളെ പറ്റിക്കാൻ പാടാ അല്ലെ? പിന്നെ അതല്ലാതെ PR ഏജൻസി ആണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടസ്റ്റൻസ് അതിൽ നിൽക്കുന്നുണ്ടെങ്കിൽ PR ഏജൻസി മൂലം അവർ കബളിക്കപ്പെട്ടു എന്നല്ലേ അർത്ഥം? അപ്പൊ അതിന്റെ അർത്ഥം അപ്പൊ എങ്ങനെയാണ് ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല താങ്കൾ പറഞ്ഞു. അപ്പൊ അതിനനുസരിച്ച് ഞാൻ പിൻവലിക്കുന്നു. ജനങ്ങളെ ഒരർത്ഥത്തിൽ നോക്കുവാണെങ്കിൽ PR ഏജൻസികളെ കൊണ്ട് പറ്റിക്കപ്പെടുന്നവർ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ശരിക്കും ജനങ്ങളെ കബളിപ്പിക്കുന്ന ഷോ തന്നെയാണ്. കൃത്യമായിട്ട് എന്നുള്ള രീതിയിലേക്ക് താങ്കൾ തന്നെ ഉത്തരമില്ലാതെ നിലപാട് മാറ്റി. അത് അവിടെ എന്റെ നിലപാട് എന്തെങ്കിലും ആയിക്കോട്ടെ. നിലപാട് മാറ്റിയതല്ല. കാരണം ഒരു കാര്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അവിടെ മാറി. ഉത്തരമില്ലാതായപ്പോ കണ്ടസ്റ്റൻസ് ഇത് ചോദ്യം ചോദിക്കാനുള്ളതല്ല, അവരവരുടെ സ്റ്റേറ്റ്മെന്റ് പറയാനുള്ളതാണ്. അങ്ങനെയെങ്കിൽ PR ഏജൻസി ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ളവരെല്ലാം കഴിവിട്ടവരാണോ? അവിടെ നിൽക്കുന്നവരൊക്കെ ഇത്രയും ദിവസം അപ്പൊ അവിടെ ഇത്രയും മലയാളം എക്സാമിന് ഉത്തരം എഴുതാനല്ല ഈ ഗെയിം കൊണ്ടാണെങ്കിലും PR-ന്റെ ഏറ്റവും വലിയൊരു ഏരിയ എനിക്ക് തോന്നിയിരിക്കുന്ന ഒന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പോയത് അപ്സരയാണ്. കാരണം ബിഗ് ബോസ് സീസൺ 6 അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. അവർ നല്ലൊരു ഗെയിമർ ആയിരുന്നു. അവർ നല്ല അതുകൂടെ അവർക്ക് അവർ എന്തിലാണ് അവർ ഏറ്റവും നല്ല ആക്റ്റീവ് ആയിട്ട് നല്ല സ്മാർട്ട് ആയിട്ട് ഒരിടത്തും മൂങ്ങയായിട്ട് ഇരുന്ന് കണ്ടിട്ടില്ല അവർ ഒരു ഷോയിലും. പക്ഷെ അവർ ശരിക്കും ഷോക്ക്ഡ് ആയിരുന്നു അവരെ പുറത്താക്കിയെന്ന് കേട്ടിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് കണ്ടിരുന്ന ജനങ്ങളായ ഞങ്ങൾ പോലും ഷോക്ക്ഡ് ആയി പോയെന്നുള്ളതാണ്. എങ്ങനെ അവർ പുറത്തായെന്ന് അങ്ങനെ പുറത്തായെന്നുണ്ടെങ്കിൽ ഓരോ എവിക്ഷൻ പ്രക്രിയയിലും അതനുസരിച്ചിട്ട് പുറത്തു പോയിട്ടുണ്ട്. എന്താണ് എവിക്ഷൻ പ്രക്രിയയുടെ ബേസ് മാനദണ്ഡം? ജനവിധി എന്നാ പറയുന്നത്. ആ ജനവിധി അനുസരിച്ചാണ് പുറത്തു പോയത്. ആ ജനവിധിയിലൂടെയാണ് ജനവിധിയാണ്. PR അല്ല. പുറത്തു വന്നിട്ട് എങ്ങനെ വന്നുള്ള രീതിയിലേക്ക് PR നോക്കിയിട്ടല്ല. അപ്പൊ വോട്ടിംഗ് എങ്ങനെയാണെന്ന് കണ്ടിട്ട് കൂടിയും ആ ഗെയിം കൂടിയും മാനദണ്ഡം മനസ്സിലാണ് പോകുന്നത്. ഈ വോട്ടിംഗും PR എങ്ങനെ ബന്ധപ്പെടുന്നത്?
PR ഏജൻസിയാണ് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും ചെയ്യായിരുന്നു അല്ലെ? ഇല്ലേ? അപ്പൊ അങ്ങനെ കഴിവുള്ള അതിനകത്ത് അതിനകത്തുള്ള മത്സരാർത്ഥികൾ എല്ലാവരും വയൽ സ്വർണ്ണക്കരനായിട്ട് ജനിച്ചവരാണോ? അല്ലെങ്കിൽ അങ്ങനല്ലേ റിച്ച് ആയിട്ടുള്ള റോക്കി ഭായ് വരെ പുറത്തുപോയി. ഈ പറഞ്ഞ PR ഏജൻസിയിലാണ് നിലനിന്നിരുന്നെങ്കിൽ, പൈസ ആളാണ് നിന്നിരുന്നെങ്കിൽ റോക്കി അതിനകത്ത് എപ്പോഴും ഉണ്ടായിരുന്നു അല്ലെ? പക്ഷെ പുറത്തുപോയി. അപ്പൊ കൃത്യമായിട്ട് എന്ന് പറയുന്നു അവിടെ നിന്നുണ്ടെങ്കിൽ മത്സരാർത്ഥികൾക്ക് കഴിവ് കെട്ടവരാണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ കഴിവുള്ളവരോടാണ് നിൽക്കുന്നത്. PR ആണ് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞു ഉദാഹരണം തെറ്റിപ്പോയില്ലേ? റോക്കി ഭായ് പൈസ കൊണ്ടാണ് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പുറത്തു പോകുന്നത്? നല്ല രീതിയിലേക്ക് നന്നായി പൈസ കൊടുത്തുള്ള ഒരാളാണെങ്കിൽ നല്ല രീതിയിലേക്ക് PR അങ്ങനെയെങ്കിൽ അതിനകത്ത് ഇത്രയധികം എങ്ങനെയാണ് ഗെയിം എനിക്ക് കാശിന്റെ ആവശ്യമില്ല, ഞാൻ പ്രശസ്തനാൻ വേണ്ടി കയറിയതാണെന്ന്. പക്ഷെ അവന്റെ കയ്യിൽ നിന്ന് പോയപ്പോ കോടതി ഇടപെട്ടു. അങ്ങനെ വിഷയം ഉണ്ടാക്കുന്ന സമയത്ത് അല്ല ഹൈക്കോടതി ഉത്തരവ് വന്നത് പിന്നീടാണ്. റോക്കി ഭായ് പുറത്തു പോയതിനു ശേഷമാണ്. കാര്യങ്ങൾ വസ്തുത അറിയാതെ സംസാരിക്കരുത്. റോക്കി ഭായ് പുറത്തു പോയതിനു ശേഷമാണ് നേരത്തെ പറഞ്ഞത് വന്നതിന് ശേഷമാണ് പുറത്തു പോയെന്ന് പറഞ്ഞു. തിരിച്ചു നോക്കി പറഞ്ഞ കാര്യങ്ങൾ ഒന്നില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ സംസാരിക്കരുത്. റോക്കി ഭായ് എന്റെ ആരുമല്ല, ഞാൻ കള്ളങ്ങൾ സംസാരിക്കുന്നത് എന്റെ ആരെങ്കിലാണോ? അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും കൊടുക്കാം. രണ്ടാമത്തെ കേസ് ഇത്ര ദിവസം അവിടെ നിൽക്കുന്നവരെല്ലാം കാശുകാരാണോ? കുറെ പേരോ? അതെന്താ സ്റ്റേറ്റ്മെന്റിൽ കുറെ പേര് എന്നുള്ള രീതിയിലേക്ക് മാറ്റം വരുന്നത്? ഇതെന്താ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഒരു വ്യക്തത ഇല്ല, അത് തണ്ടം കൊണ്ടായിട്ട് പറയുന്നത് എന്താ? ഒരു വ്യക്തത വേണ്ട, ഒരു ക്ലാരിറ്റി വേണ്ട. നിങ്ങൾക്ക് പറഞ്ഞ വഴി തന്നിട്ട് വരെ തന്നെ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് നിങ്ങൾക്ക് നിങ്ങൾ എന്റെ ക്വാളിറ്റിയെ കുറിച്ച് ക്വാളിറ്റി എനിക്ക് അന്വേഷിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് PR ഏജൻസി മൂലം മാത്രമാണ് അവിടെ നിൽക്കുന്നതെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അധികം എന്ന് പറയുന്നു. അതെന്താ സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ പറ്റും? കുറെ അധികം PR ഏജൻസി ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയണം. അപ്പൊ കഴിവുള്ളവരവിടെ നിൽക്കുന്നില്ലേ? അപ്പൊ ആ കഴിവുള്ളവരവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഗെയിം കൊണ്ടുകൂടിയാണ് അല്ലെ? വോട്ടിംഗ് മാറ്റിയാലുണ്ടല്ലോ, ഈ വോട്ടിംഗ് മാറ്റിയാൽ അവിടെ നിൽക്കുന്ന PR ചെയ്യുന്നു എന്നുള്ള എന്റെ തെളിവ് പറഞ്ഞു. PR ചെയ്യുന്നതിന് തെളിവാണ് ഈ നല്ല നല്ല കാൻഡിഡേറ്റ്സ് പുറത്തു പോകുന്നതും അല്ലാത്തവരും. അതല്ല തെളിവ്. തെളിവ് PR ചെയ്യണേനെ ഇവർക്ക് ഗുണം കിട്ടിയിട്ടുള്ള വഴികൾ എന്താ എന്ന് പറഞ്ഞു. എന്ത് വഴികൾ? PR ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ അക്കൗണ്ടിൽ കയറിയിട്ട് വോട്ട് ചെയ്യാന്നല്ല PR ന്റെ അർത്ഥം ആണോ? അങ്ങനെയാണോ? അപ്പൊ ഇവർക്ക് എങ്ങനെ വോട്ടിംഗ് ആവണത്? PR ചെയ്തിട്ടാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവർക്ക് വോട്ടിംഗ് ആയിട്ട് മാറുന്നത്? തമ്മിൽ ഒരു ബന്ധുല ആനിങ്ങാട് പോലെ വ്യത്യാസം ഉണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ തോന്നിയ പോലെ PR ഏജൻസിയാണ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് PR ഏജൻസി വർക്ക് വോട്ടിംഗ് ആയി മാറുന്നത്? എങ്ങനെയാണ് വോട്ടിംഗ് ആയി മാറുന്നത്? എങ്ങനെയാണ് എങ്ങനെ PR-നോ? എങ്ങനെയാണ് വോട്ടിംഗ് ചെയ്യുന്നത്? എങ്ങനെയാണ് വോട്ട് ചെയ്യാൻ പറ്റുന്നത്? അതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. PR ഏജൻസി ചെയ്യുന്നത് കൃത്യമായിട്ട് അവരുടെ PR എന്താണെന്ന് താങ്കൾക്ക് അറിയോ? എനിക്കറിയാം, നന്നായിട്ട് അറിയാം. എങ്കിൽ കൃത്യമായിട്ട് PR എന്താണെന്ന് അറിയാഞ്ഞിട്ടാണോ PR ഏജൻസി കൊണ്ടാണ് അവരവിടെ നിൽക്കുന്നതെന്ന് പറയാൻ സംസാരിക്കുന്നത്? ഒരു കാര്യത്തെ കുറിച്ച് വാദിക്കണമെങ്കിൽ കൃത്യമായിട്ട് ആ സാധനം എന്താണെന്ന് അറിയണം. അല്ലെ? എങ്കിൽ പറയൂ PR എന്താ? എങ്കിൽ എന്താ PR? എന്താ PR എന്താ? അത് പറയൂ. PR എന്താ? പ്രൊമോഷൻ അല്ല. ആ പ്രൊമോഷൻ ചെയ്യുന്നവർ എങ്ങനെയാണ് പോയിട്ട് വോട്ട് ചെയ്യുന്നത്? പ്രൊമോഷൻ വിഡിത്താണ് പറയുന്നത് താങ്കള്. പിന്നെ PR എന്ന് പറയുന്ന സാധനം അവർക്ക് പ്രൊമോഷൻ ചെയ്യാൻ പറ്റും, അവരുടെ ഗെയിമിനെ കുറിച്ച് കാണിക്കാൻ പറ്റും. അതല്ലാതെ വോട്ടിംഗ് രീതിയിൽ ഇടപെട്ട് അവിടെ പോയിട്ട് വോട്ട് കൂട്ടാനൊന്നും പറ്റില്ല. മനസ്സിലായോ? എങ്കിൽ അവിടെ ജനഹിതം കൊണ്ടും വോട്ടിംഗ് കൊണ്ടാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ ഇത് തമ്മിൽ രണ്ടു ബന്ധമില്ല. എന്തുമല്ല ഞാൻ പറഞ്ഞ പോയിന്റ്. ഒന്നാമത് PR കൊണ്ട് സംസാരിക്കാൻ വന്നവർക്ക് PR വാദം എന്താണെന്നുള്ള ആൾക്ക് അതുപോലെ അറിയുന്നില്ല. രണ്ടാമത്തെ കേസ് അവിടെ വന്ന് പറയുന്നു വോട്ടിംഗ് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ സമ്മതിക്കുമ്പോൾ സംസാരിക്കാൻ തരുമ്പോ താങ്കൾക്ക് പറയുന്നില്ല. ഒന്നാമത് ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് സംസാരിക്കാൻ വരുമ്പോൾ താങ്കൾക്ക് എന്താണ് PR എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ അതെങ്കിലും ബേസിക്കലി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. BB6 നല്ല കണ്ടസ്റ്റന്റ് എന്ന് എനിക്ക് പേഴ്സണലി അല്ലെങ്കിൽ പൊതുവിൽ ജനങ്ങൾക്ക് അഭിപ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്സര. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് എനിക്കൊന്ന് 76-ാമത്തെ ദിവസമോ 78-ാമത്തെ ദിവസമോ അവർ പോയി അവിടുന്ന്. അത് എന്തുകൊണ്ടാണെന്ന് പുറത്തിരിക്കുന്ന ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ജനങ്ങൾ
അതായത് അവരുടെ ഗെയിം ഓൾ ത്രൂ കണ്ടുകൊണ്ടിരുന്ന ഒരാൾ അല്ലെങ്കിൽ ആൾക്കാർ അവർക്ക് കൃത്യമായിട്ട് വോട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം കടന്ന് അവരെ പുറത്താക്കണമെങ്കിൽ ലാലേട്ടൻ അത് പറഞ്ഞത് ജനഹിതമാണെന്ന്. അവിടെ നിന്ന് അപ്സര മറ്റേ ഫ്രോസൺ ആയി നിൽക്കുമായിരുന്നു. കാരണം അപ്സര ഒരിക്കലും വിശ്വസിക്കുന്നില്ല. നന്നായി കളിച്ചിരുന്നെങ്കിൽ ഈ ജനഹിതം സംഭവിക്കില്ല. നന്നായി കളിച്ചിരുന്നു. അതാണ് പറഞ്ഞത്. നന്നായി കളിക്കുന്നവരുടെ ഇടയ്ക്ക് PR വർക്ക് കൊണ്ട് വോട്ടിംഗ് കൂട്ടുക, PR വർക്ക് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുക. അതായത് PR വർക്ക് ഇത് ചെയ്യുന്നത് കൊണ്ടാണ് എല്ലാവർക്കും ബാധകം. അങ്ങനെ എല്ലാവരും നല്ല കണ്ടസ്റ്റൻസിനെ അവിടെ വന്ന് നല്ല കണ്ടസ്റ്റൻസ് അവരെ ക്വാളിറ്റി കൊണ്ടും അവരുടെ ഗെയിമും ആ ചലഞ്ച് എങ്ങനെയൊക്കെ PR വർക്ക് എന്നുള്ളത് പ്രൊമോഷൻ ആണെങ്കിൽ ഈ പ്രൊമോഷൻ കണ്ടു കഴിഞ്ഞിട്ട് ആളുകൾക്ക് കൃത്യമായിട്ട് ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള ബോധം ആളുകൾക്ക് എത്ര പ്രൊമോഷൻ പടങ്ങൾക്ക് എത്ര പ്രൊമോഷൻ ചെയ്താലും നല്ല പടമാണോ മോശം പടമാണോ എന്ന് അവസാനം പറയുന്നത് അല്ലെ. ഞാൻ പറഞ്ഞല്ലോ, സിനിമയെ കുറിച്ച് സംസാരിച്ചല്ലോ. ഒരു സിനിമയ്ക്ക് എത്ര നല്ല പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അത് നല്ല പടമാണോ മോശം പടമാണോ എന്നുള്ളത് ആളുകൾ തിയേറ്ററിൽ കണ്ട് സംസാരിക്കും. ആളുകൾ കണ്ട് സംസാരിക്കും. അതല്ലാതെ പ്രൊമോഷൻ ചെയ്യുന്നവര് കൃത്യമായിട്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ നല്ലെന്ന് പറയില്ല. അതേപോലെ തന്നെ പ്രൊമോഷൻ ചെയ്തിട്ടാണെങ്കിലും റിവ്യൂ ചെയ്തിട്ടാണെങ്കിലും ഒരു സിനിമ മോശം സിനിമയാണെന്ന് സംസാരിച്ചാലും നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ ആളുകൾ അത് കണ്ടു കഴിഞ്ഞിട്ട് പറയും. അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് പറയും. കൃത്യമായിട്ട് നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞു കഴിഞ്ഞാലും കൃത്യമായിട്ട് ജനങ്ങൾക്ക് കണ്ട് സംസാരിക്കാനുള്ള ബോധമുണ്ട്. അപ്പൊ സിനിമയെ കുറിച്ച് താങ്കൾ ഉദാഹരണം താങ്കൾ പറയുമ്പോ ഞാൻ കേട്ടിട്ടുണ്ട്. താങ്കൾ പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ താങ്കളും കേൾക്കണം അല്ലെ. താങ്കൾ പറഞ്ഞ പോയിന്റിൽ പ്രൊമോഷന്റെ കാര്യത്തിൽ താങ്കൾ അപ്പൊ നിന്നുള്ള രീതിയിലേക്ക് താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രൊമോഷൻ സിനിമ കൊടുത്ത് പ്രൊമോഷൻ കൊടുക്കുന്നു, ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. സിനിമ പ്രൊമോഷൻ കൊടുത്ത് നല്ലതാണെന്ന് പറഞ്ഞാൽ ആളുകൾ കണ്ടിട്ട് സിനിമ എന്ന വിഷയം കൊണ്ടുവന്ന താങ്കളായിരുന്നു. മറുപടി കിട്ടി. നിങ്ങൾ പറഞ്ഞു അതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ പ്രൊമോഷൻ ചെയ്യായിരുന്നെങ്കിൽ മോശം ചിത്രം നല്ലതാക്കാം, നല്ല ചിത്രങ്ങൾ മോശമാക്കാം അല്ലെ. ഈ റിവ്യൂകൾ കൊണ്ട് എന്താ ഇത് നടക്കാത്ത? നല്ല സിനിമകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ആളുകൾ കണ്ട് വിലയിരുത്തും. അതേപോലെ തന്നെയാണ് PR ചെയ്ത് കഴിഞ്ഞാലും നല്ലതാണോ മോശമാണോ എന്നുള്ളത് ഓരോ കണ്ടസ്റ്റന്റിന് കൃത്യമായി. ഒരാളെ പൊട്ടൻ മണ്ടെന്ന് വിളിക്കാൻ താങ്കൾക്ക് ഒരു അവകാശമില്ല. ഒരാളെ പൊട്ടൻ വിളിക്കുന്നത് താങ്കൾക്ക് അവകാശമില്ല. താങ്കൾ ഒരാളെ പറയേണ്ട ആവശ്യമില്ല. ഇതിന് വലിയ VIP ആയിട്ട് നമ്മൾ സാധാരണക്കാര് VIP ആയിട്ടുള്ള ആൾക്കാർ ഇയാളെ ചൊറിച്ചിലുകാരൻ ഇറങ്ങി പോയിട്ടുണ്ട്. ഇയാളെ അടിച്ചില്ലെന്നേ ഉള്ളൂ. ഞാൻ കണ്ടതാ ഷോ. ഉത്തരവില്ലാതൊന്നുമല്ല, അത് തന്നെയാ കാര്യം. അതുകൊണ്ട് ഞാൻ ഷോ നിർത്തിക്കോ. ക്യാമറാമാൻ ഷോ നിർത്ത്.